ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ നിങ്ങളും കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലോട്ട് കിടക്കുകയാണേ. അപ്പോൾ ഇന്ന് വീട്ടിൽ കണവ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ കണവ മേടിച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വറുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പേ ഞങ്ങളുടെ അമ്മായി ഒരു കണവ ഒരു പീര പറ്റിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കായിട്ടൊന്ന് അതെങ്ങനെയാണ് വെക്കുന്നതെന്നും അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കണവ മേടിച്ചത് കൊണ്ടും ഞാനതങ്ങ് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനിട്ട് വേണ്ട അരപ്പാട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, കുറച്ച് തേങ്ങ, കൊച്ചുള്ളി, പച്ചമുളക് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, ജീരകം, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാടങ്ങനെ ഒരുപാടങ്ങനെ അരയ്ക്കൊന്നും വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ തോരന് അരയ്ക്കുന്നതിൻ്റെ അത്ര പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് കറിവേപ്പില തീർന്നു പോയത് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു കറിവേപ്പില പിച്ചുന്നതും കൂടി ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കറിവേപ്പില പിച്ചാൻ പോയതാട്ടോ. അപ്പം നാത്തൂനാണ് എനിക്ക് ക്യാമറ പിടിച്ച് തരുന്നത്. അപ്പം അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ഫേസ് എങ്ങനെയുണ്ടെന്ന്. പക്ഷെ അവൾ പറഞ്ഞു കുഴപ്പമില്ലെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കിതും കൂടി ഒന്ന് ഇട്ടേക്കാന്ന് വെച്ചു. എല്ലാവരും ഒന്ന് സഹിച്ചേക്കണേ. അപ്പം എന്നെയും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ലാസ്റ്റും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കണവ നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ചട്ടിയിലല്ലേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ജസ്റ്റ് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നതേ ഉള്ളേ. അപ്പം നമുക്ക് ചട്ടിയിലൊക്കെ ഇട്ട് കൊടുത്ത കണവയിലേക്ക് നമുക്ക് ഈ തോരനും പോലെ അല്ലാത്ത രീതിയിൽ അരച്ച് വെച്ചിരിക്കുന്നില്ലേ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കൈ കൊണ്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്താലേ അരപ്പ് എല്ലാത്തിലും പിടിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇനി ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കണവയിലുള്ള വെള്ളവും പിന്നെ അരപ്പിലുള്ള ഇത് എല്ലാത്തിൻ്റെയും മിക്സൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഈ കണവയിൽ കിടന്ന് നല്ല രീതിയിൽ വെന്താലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. കാരണം നമ്മൾ അതിനകത്തുള്ള വെള്ളവും ഈ അരപ്പിൻ്റെ ചാറും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനകത്ത് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുന്നുണ്ട്. ചിലർ പെട്ടെന്ന് കണവ വേവത്തില്ല, കുക്കറിൽ വേവിക്കാമെന്നൊക്കെ പറഞ്ഞ് ചിലർ വയ്ക്കും. പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം പെട്ടെന്ന് വേവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ടില്ലേ, ഇപ്പം തന്നെ കണവയിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ കിടന്നാണ് വേവുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടില്ലേ. അപ്പം പിന്നെ എന്താ പറയുന്നത്, നമ്മൾ ഈ പുറത്തോട്ടൊക്കെ കൂന്തലെന്നൊക്കെയാണ് പറയുന്നത്. പുറത്തോട്ടെന്ന് പറയുമ്പം വേറെ സ്ഥലങ്ങളിലാണ്. അപ്പം അവിടെ കൂന്തലെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് കണവയെന്നാണ്. അപ്പം അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം അടുത്തതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കണവ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടിയും കൂടി ഇടുമ്പം എന്താ പറയുക, വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, കുരുമുളക് പൊടിയും. ഇപ്പം ഞാനൊരു കവറിൽ കയറി ചവിട്ടിയ സൗണ്ടാണ് കേട്ടത്. ഇടയ്ക്കിടയ്ക്കൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, കാരണം മാങ്ങ വീഴുന്ന സൗണ്ടും അതൊക്കെ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. മക്കൾ ഉറങ്ങുന്ന സമയത്താട്ടോ റെക്കോർഡൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്, പക്ഷേ കൂടിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കണവ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ചോറ് വെന്താൻ കുറച്ച്
കുറച്ച് താമസിച്ചേട്ടാ. അപ്പം ഞാൻ എന്തായാലും ഇത് കഴിക്കുന്ന വീഡിയോയും കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതുകൂടി കാണിക്കുന്നുണ്ട്. അപ്പം വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയ കാപ്പിയുടെ ദോശ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പം കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ലൊരു ടേസ്റ്റ്, ഒരു ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ടാറ്റാ, ബൈ ബൈ.